എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. നമ്മൾ എപ്പോഴും വീട്ടിലൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു ബിരിയാണിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ചിക്കൻ ദം ബിരിയാണിയാണ്. അപ്പൊ നമുക്ക് ഈ സ്പെഷ്യൽ ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി എങ്ങനെയാ തയ്യാറാക്കുന്നത് നോക്കിയാലോ. അപ്പൊ ഇതിന്റെ മസാലയാണ് കേട്ടോ ഇതിനെ സ്പെഷ്യൽ ആക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം മസാലക്കൂട്ട് തന്നെ തയ്യാറാക്കാം. അതിനായിട്ട് ഇതാ ഇവിടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിനായിട്ട് ഞാനിവിടെ 5 ഏലക്ക, 10 ഗ്രാമ്പു, ഒരു വലിയ പീസ് പട്ട, 1 ടീസ്പൂൺ അളവിൽ ഷാജീരകവും കുരുമുളകുമാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇതെല്ലാം ഇനി ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുക്കണം. ഈ ഒരു ഷാജീരകം എന്തായാലും ചേർക്കണം. ഇതിന് കാരവേ സീഡ്സ് എന്നും പറയും. ഇതാണ് കേട്ടോ ഇതിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ മസാല ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാളയൊന്ന് വറുത്ത് കോരണം. അപ്പൊ അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് എണ്ണയും അതുപോലെ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ മാത്രം ഒഴിച്ച് സവാള വറുത്തെടുക്കാം. ഞാനിവിടെ ഏകദേശം 8 സവാളയാണ് കേട്ടോ എടുത്തേക്കുന്നത്. മീഡിയം സൈസിൽ വരുന്ന 8 സവാള. ഇനി ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിക്ക് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പൊ ഞാനിവിടെ 1 കിലോ അരിയുടെ അളവാണ് കേട്ടോ പറയുന്നത്. 1 കിലോ അരി എടുക്കുവാണെങ്കിൽ ഒരു മീഡിയം സൈസിലുള്ള 8 സവാളയാണ് ആവശ്യം. ഈ ഒരു ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണിയുടെ റെസിപ്പിയിൽ നമ്മൾ ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളറിലാക്കിയ സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഈ സവാള ഇത്രയും വഴന്നു കഴിയുമ്പോൾ ഒരു കുറച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ മുഴുവനായിട്ട് ഇങ്ങനെ സവാള ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒരു ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെക്കുന്നത്. ബാക്കി ഞാൻ ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ എണ്ണയൊക്കെ ആഡ് ചെയ്തിട്ടാണെങ്കിൽ ഒരു ബാച്ചായിട്ട് തന്നെ നിങ്ങൾക്ക് വറുത്തെടുക്കാൻ പറ്റും. അപ്പൊ ഇതാ ഈ ഒരു കളർ ആകുമ്പോഴാണ് കേട്ടോ നമ്മൾ വറുത്ത് കോരാനായിട്ട്. ഇനി ഞാൻ ഇതേ എണ്ണയിലേക്ക് തന്നെ ബാക്കിയുള്ള സവാളയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഈ സവാള ഇങ്ങനെ വറുത്ത് കോരുമ്പോൾ നമ്മൾ ഒരുപാട് ഡാർക്ക് കളർ ആവാതെ ഒരുപാട് അങ്ങ് കരിഞ്ഞു പോവാതെ നോക്കണം. കാരണം ഈ മസാലയ്ക്ക് ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ മസാലയ്ക്ക് വരുന്നത്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ വല്ലാത്തൊരു ടേസ്റ്റ് ആയിരിക്കും. അതൊന്ന് ശ്രദ്ധിക്കണം. ഞാനിവിടെ 2 ബാച്ചായിട്ട് സവാളയെല്ലാം വറുത്ത് കോരിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഈ മസാലയൊക്കെ പൊടിച്ചു വെക്കുന്നതും സവാളയും കശുവണ്ടിയും ഒക്കെ ഇങ്ങനെ വറുത്ത് കോരുന്നതൊക്കെ നേരത്തെ തന്നെ ചെയ്തു വെക്കുവാണെങ്കിൽ നമ്മൾ ബിരിയാണിയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് നല്ല എളുപ്പത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുവേ. അപ്പൊ ഞാൻ ഈ ബാക്കി വന്ന ഈ ഒരു എണ്ണയിലേക്ക് തന്നെ 100 ഗ്രാം അളവിൽ കശുവണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് നമുക്കൊന്ന് വറുത്ത് കോരാം. കശുവണ്ടി വറുത്ത് കോരിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് കിസ്മിസും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കിസ്മിസ് ഒക്കെ നല്ല രീതിക്ക് ഒന്ന് പൊന്തി വരുമ്പോൾ നമുക്ക് അതും കോരിയെടുക്കാം. ഇനി നമുക്ക് വറുത്തെടുത്ത കശുവണ്ടിയും കിസ്മിസും സവാളയൊക്കെ മാറ്റി വെക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ചിക്കൻ ഏകദേശം 1 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പൊ അതിനനുസരിച്ച് ബിരിയാണി തയ്യാറാക്കുമ്പോൾ ടൈമിങ്സ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണേ. അപ്പൊ ഞാനിവിടെ 1 കിലോ അരിക്ക് 1 കിലോ അളവിൽ തന്നെ ചിക്കൻ ആണ് എടുത്തേക്കുന്നത്. ചിക്കന്റെ അളവ് 1 കിലോ കൂടിയാലും കുഴപ്പമില്ല, കുറഞ്ഞു പോവരുത്. അപ്പൊ ഞാനിവിടെ വേ ചെയ്ത് നോക്കിയപ്പോൾ ഏകദേശം 1:100 ഒക്കെ ഉണ്ടായിരുന്നു. ഇനി ഈ ചിക്കൻ നല്ല രീതിക്ക് ഒന്ന് കഴുകിയതിന് ശേഷം നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ എടുത്ത ഈ ചിക്കൻ പീസസ് മീഡിയം സൈസിലുള്ളതാണ്. ഈ പീസസ് ഒക്കെ വേണമെങ്കിൽ വലിയ സൈസിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള മസാല നോക്കാം. ഞാൻ ഇവിടെ 1.5 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ഗരം മസാലയില്ലേ, അത് മുഴുവനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. കുറച്ച് നമുക്ക് ദം ചെയ്യുന്ന സമയത്ത് ഇതിന്റെ മുകളിലായിട്ട് വിതറി കൊടുക്കണം. അതിനുവേണ്ടിയുള്ളത് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ളതെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ മുളക് പൊടി ആഡ് ചെയ്തേക്കുന്നത്. കാശ്മീരി മുളക് പൊടിയല്ല, നോർമൽ മുളക് പൊടിയാണ് കേട്ടോ ആഡ് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ സ്പൈസിനെസ് വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഏകദേശം 2.5 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ പേസ്റ്റ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ പച്ചമുളക് ഞാനിവിടെ 6 എണ്ണമാണ് കേട്ടോ ഉപയോഗിച്ചേക്കുന്നത്. അപ്പൊ നിങ്ങൾ യൂസ് ചെയ്യുന്ന പച്ചമുളകിന്റെ സ്പൈസിനെസ് ഒക്കെ നോക്കിയതിന് ശേഷം എണ്ണത്തിൽ വ്യത്യാസം വരുത്താം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നോർമലി ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണിയിൽ ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാറില്ല. അപ്പൊ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതോടൊപ്പം ഞാനിവിടെ 1/4 കപ്പ് അളവിൽ തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അധികം പുളിയൊന്നും ഇല്ലാത്ത തൈര് വേണം കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി നമ്മൾ ഇതിലേക്ക് സവാള വഴറ്റുന്നതിന്റെ ഇടയ്ക്ക് കുറച്ച് സവാള മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ആ സവാളയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. മുഴുവനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കരുത്. ദം ചെയ്യുന്ന സമയത്ത് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കണമല്ലോ, അതിനുള്ളത് വിട്ടിട്ട് ബാക്കി നമുക്ക് ചെറുതായിട്ടൊന്ന് കൈ കൊണ്ട് ക്രഷ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് അല്പം നെയ്യും അല്പം ഓയിലും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് നല്ല രീതിക്ക് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഏകദേശം 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ മസാലയൊക്കെ നല്ല രീതിക്ക് ചിക്കനിലൊന്ന് പിടിച്ചു കിട്ടും. അപ്പൊ ഞാനിവിടെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് അരി വേവിക്കണം. നമുക്ക് 2 രീതിയിൽ അരി വേവിച്ചെടുക്കാവേ. ഒന്നുകിൽ വെള്ളം വറ്റിച്ച് ആ ഒരു രീതിക്ക് നമുക്ക് അരി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ വെള്ളം ഒന്ന് ഡ്രെയിൻ ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുന്നത്.
ഇനി നമ്മൾ ഈ അരി വേവിച്ചെടുക്കുന്ന ഈ വെള്ളത്തിലേക്ക് ഒരു വലിയ പീസ് പട്ടയും ഗ്രാമ്പൂ ഏലക്ക സ്റ്റാർ എന്നിവയൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഈ വെള്ളത്തിൽ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ ചോറിന് ആവശ്യമുള്ള ഉപ്പും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അരി ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് അല്പം എണ്ണയും അതുപോലെ നാരങ്ങാ നീരും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു നാരങ്ങയുടെ നീരാണ് കേട്ടോ ഞാനിവിടെ ഉപയോഗിച്ചേക്കുന്നത്. ഇനി ഈ വെള്ളം നല്ല രീതിക്ക് ഒന്ന് തിളച്ചു വരട്ടെ. തിളച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ അരി ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഞാൻ ഇവിടെ ഇന്ത്യ ഗേറ്റിന്റെ ഈ ഒരു ബസ്മതി റൈസ് ആണ് എടുത്തേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏത് ബ്രാൻഡിന്റെ ബസ്മതി റൈസ് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പൊ ഞാനിവിടെ അരി നന്നായി കഴുകിയതിനു ശേഷം 20 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. സോക്ക് ചെയ്തതിനു ശേഷം ഒന്ന് ഡ്രെയിൻ ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഇനി തിളച്ച വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ വെള്ളമൊക്കെ നല്ല രീതിക്ക് ഒന്ന് തിളച്ചു വന്നിട്ടുണ്ട്. നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ച ഈ അരി ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഏകദേശം ഒരു 70% വെന്ത് കിട്ടിയാൽ മതി. കാരണം നമ്മൾ ദം ചെയ്യുമ്പോൾ ബാക്കി വെന്തോളും. അപ്പൊ ഇത് ഇവിടെ ഏകദേശം 70% റൈസ് ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ റൈസ് ഒന്ന് ഡ്രെയിൻ ചെയ്യാനായിട്ട് വെക്കാം. ഈ സമയം നമ്മൾ നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ 1 മണിക്കൂർ സമയം വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാനിലേക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരല്പം വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഇതിലേക്ക് ഓൾറെഡി കുറച്ച് നെയ്യും കുറച്ച് എണ്ണയും ആഡ് ചെയ്ത് കൊടുത്തോണ്ട് തന്നെ ഇനി നമുക്ക് എണ്ണയൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിനെ അടച്ചു വെച്ച് ഒരു 70% വേവ് ആവുന്നിടം വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ അരിയും നമ്മൾ 70% കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കനും അതുപോലെ തന്നെ നമ്മളൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് ചിക്കൻ ബാക്കി വെന്തോളും. അപ്പൊ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിപൊളി നല്ല കുറുകിയ ഗ്രേവിയോട് കിട്ടിയിട്ടുള്ള ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കണം. നമ്മൾ ഈ ഒരു ബിരിയാണി പോട്ടിലാണ് കേട്ടോ ദം ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് മുമ്പായിട്ട് ഞാനിവിടെ കുറച്ച് പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് കുറച്ച് കുങ്കുമപ്പൂവും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് അല്പസമയം ആകുമ്പോൾ നല്ല യെല്ലോയിഷ് കളറിലായി കിട്ടുവേ. ഇത് നമുക്ക് റൈസിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. നല്ലൊരു ഫ്ലേവറും കിട്ടും, നല്ല കളറും കിട്ടും. ഇനി കുങ്കുമപ്പൂവ് ഇല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിന് പകരമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബിരിയാണി ദം ചെയ്യാനുള്ള ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ബിരിയാണി പോട്ടിന്റെ ഏറ്റവും ബേസിലായിട്ട് അല്പം നെയ്യ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലായിട്ട് ഞാൻ റൈസ് ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആദ്യം ചിക്കൻ പീസസ് വെച്ച് നെക്സ്റ്റ് റൈസ് അങ്ങനെ വേണമെങ്കിൽ ലെയർ ചെയ്തെടുക്കാം. ഞാൻ സാധാരണയായിട്ട് റൈസ് ആണ് കേട്ടോ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ റൈസ് ആഡ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അടിക്ക് പിടിക്കുന്ന ചാൻസസ് കുറവാണ്. അപ്പൊ ഞാൻ ഇവിടെ ഫസ്റ്റ് ലെയർ ആയിട്ട് റൈസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന മസാല കറുവാപ്പട്ടയും ഗ്രാമ്പും ഒക്കെ നമുക്ക് വേണമെങ്കിൽ എടുത്ത് കളയാം. അപ്പൊ ചിലർക്ക് അങ്ങനെ കിടക്കുന്നത് ഇഷ്ടമില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എടുത്ത് കളയാം. അപ്പൊ ഞാനിവിടെ എടുത്ത് കളയുന്നില്ല കേട്ടോ. അപ്പൊ ഞാനിവിടെ ഈ റൈസിന്റെ മുകളിലായിട്ട് നമ്മൾ കുങ്കുമപ്പൂവ് ആഡ് ചെയ്ത് വെച്ച ആ പാല് കുറച്ച് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന സവാളയും കാഷ്നട്ടും കിസ്മിസും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കന്റെ ലെയർ വെച്ച് കൊടുക്കാവേ. അപ്പൊ നമ്മൾ ഇതിലേക്ക് ചിക്കന്റെ ഒരു ലെയർ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിന്റെ മുകളിലായിട്ട് റൈസിന്റെ ലെയർ ആണ് കേട്ടോ വെച്ച് കൊടുക്കേണ്ടത്. അപ്പൊ വീണ്ടും റൈസിന്റെ ഒരു ലെയറും കൂടെ വരും. ഇത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ സെയിം സ്റ്റെപ്സ് ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യണം. ഇതിന്റെ മുകളിലായിട്ട് ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കുങ്കുമപ്പൂവിന്റെ ആ ഒരു മിക്സ് ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ കാഷ്യൂനട്ടും കിസ്മിസും സവാളയും കൂടെ വറുത്തതും ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് ചിക്കന്റെ ലെയറും കൂടെ ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പൊ ഇത് നമ്മുടെ ചിക്കന്റെ ലാസ്റ്റ് ലെയർ ആണ്. ഇനി നമ്മൾ റൈസും കൂടെ വെച്ച് കൊടുത്ത് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് എടുക്കുവാണ് കേട്ടോ. ഇനി നമുക്ക് ഏറ്റവും ടോപ്പിലുള്ള റൈസിന്റെ മുകളിലായിട്ട് കുങ്കുമപ്പൂവിന്റെ ആ ഒരു മിക്സ് ബാക്കിയുള്ളതും അതോടൊപ്പം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു ഗരം മസാലയുടെ കുറച്ച് മാറ്റി വെക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ആ ഒരു ഗരം മസാലയും കൂടെ അല്പം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും ആഡ് ചെയ്ത് കൊടുക്കണം. അതോടൊപ്പം നമ്മൾ നെയ്യിൽ വറുത്തെടുത്ത സവാളയും കാഷ്യൂനട്ടും കിസ്മിസും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാവേ. അപ്പൊ ഞാൻ ഇവിടെ ദം ചെയ്യുന്നതിന് മുമ്പായിട്ട് ബേസ് ലെയറിൽ കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഏറ്റവും മുകളിലും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് നമുക്ക് സൈഡിലൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് കേട്ടോ ഗരം മസാലയും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കുള്ള ലെയറിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഏറ്റവും മുകളിലത്തെ ലെയറിൽ മാത്രമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇനി നമുക്കൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കണം. അതിനുശേഷമാണ് കേട്ടോ നമ്മളൊരു അടപ്പ് വെച്ചിട്ട് ഇത് അടച്ചു വെക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഫോയിൽ പേപ്പർ വെച്ച് കൊടുക്കുവാണെങ്കിൽ നല്ല രീതിക്ക് ക്ലോസ് ആയിട്ടിരിക്കും. ഇനി ഇത് അടച്ചതിന് ശേഷം ഇതിന്റെ മുകളിലായിട്ട് ഭാരം എന്തെങ്കിലും വെക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. ഇനി നമുക്കിത് 20 മിനിറ്റ് സമയം ഇങ്ങനെയൊന്ന് ദം ചെയ്ത് വെക്കണം. അപ്പൊ ഇതിന്റെ മുകളിലായിട്ട് ഞാൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും വെയിറ്റ് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. അപ്പൊ 20 മിനിറ്റിന് ശേഷം നമ്മുടെ റൈസ് കുറച്ചും കൂടെ സമയം ഞാൻ ഇങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ബിരിയാണിയൊക്കെ നമ്മൾ തയ്യാറാക്കുമ്പോൾ സെർവ് ചെയ്യുന്നതിന്റെ കുറച്ച് സമയം മുമ്പ് തയ്യാറാക്കി വെക്കുന്നതാണ് കേട്ടോ നല്ലത്.
അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ മസാലയിലെ ഫ്ലേവർ ഒക്കെ റൈസിലേക്ക് പിടിച്ച് നമ്മുടെ ബിരിയാണി നല്ലൊരു ഫ്ലേവറിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടുവേ. അപ്പൊ ദേ നമ്മുടെ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എപ്പോഴും ഒരേപോലെയുള്ള ബിരിയാണിയൊക്കെ തയ്യാറാക്കാതെ ഇതേപോലെ സ്പെഷ്യൽ മസാലയൊക്കെ ഉപയോഗിച്ച് തയ്യാറാക്കിയ നല്ല അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണിയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഈ ഒരു ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണിയുടെ ഒരു ഫ്ലേവർ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറാണ്. ഒട്ടും വൈകിക്കേണ്ട, ഗസ്റ്റ് ഒക്കെ വരുമ്പോഴും ഫെസ്റ്റിവൽസിനൊക്കെ നമുക്കിതൊന്ന് തയ്യാറാക്കി നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും റെസിപ്പി മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.